ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പം നമ്മൾ ഈദിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ ഈദിന് ഡ്രസ്സ് എടുക്കാൻ പോയതും പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതായിട്ടും. ഇത് കാണുന്നത് ആദ്യം അത്താഴം കഴിക്കാൻ എഴുന്നേറ്റിട്ട് അവർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അവർക്ക് ഫുഡിനേക്കാളും വേണ്ടത് ചായയും ബിസ്ക്കറ്റുമാണ്. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കടൽ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. നോക്കുമ്പോൾ കടൽ ഭയങ്കര ഉച്ചത്തിൽ ഇങ്ങോട്ട് കയറി വരികയാണ്. കുറച്ച് റോഡിനകത്തല്ല, കല്ലിനടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് പെട്ടെന്നാണ് കടലിന് മാറ്റം ഉണ്ടാകുന്നത്. കുറച്ച് ദിവസം സമാധാനമായിരിക്കും, കുറച്ച് ദിവസം കടലിന് വല്ലാത്തൊരു ഇതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും ഒരുപാട് താമസിച്ചായിരുന്നു. ഞങ്ങൾ ലൊഹർ ബാങ്കൊക്കെ വിളിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പം ഇനിയും താമസിച്ചാൽ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉമ്മയെ കണ്ടില്ലെങ്കിൽ ഇവിടെ ഒരു വീടൊക്കെ ഒരു വല്ലാത്തൊരു സീനാക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ വീട് വന്നെത്തിയായിരുന്നു. പിന്നെ അതായത് നമ്മൾ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ നമ്മൾ തലേന്നാക്കിയത്, അതായത് അതിൻ്റെ ഫില്ലിങ്സൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഇതാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നേരെ ഇപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ വന്നത് ഞങ്ങൾ ഇവിടുത്തെ ട്രിവാൻഡ്രം RK മാളിലാണ്. അപ്പം ഇവിടെ ഏകദേശം കുഴപ്പമില്ല, നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പാർട്ടി വെയർ കൂടുതലായിട്ട് എനിക്കിഷ്ടപ്പെട്ടത്. വെസ്റ്റേൺ വെയർ കുഴപ്പമില്ല. ഞങ്ങളത് കണ്ടിട്ട് നമ്മളത് ഇവിടെ ജസ്റ്റ് കുറച്ച് താഴെ ഉണ്ടായിരുന്നു. നമുക്കത് അധികം എപ്പോഴും അതൊക്കെ അല്ലേ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി വെയർ, താത്തയുടെ മോക്ക പാർട്ടി വെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തിരഞ്ഞു എടുത്തു വന്നു. ഒരുപാടൊന്നും നോക്കാൻ നിന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മലക്കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് രാമചന്ദ്രനിലാണ് ഇങ്ങോട്ട് കയറിയത്. അവിടെ നിന്ന് മോന് ഫസ്റ്റ് ഒരു ജ്യൂസ് എടുത്തു കൊടുത്തായിരുന്നു. നമ്മളൊക്കെ നോമ്പായതുകൊണ്ട് പിന്നെ നമുക്ക് അപ്പുറത്ത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവന് ഫസ്റ്റ് ഒരു ജ്യൂസ് എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവൻ സമാധാനമായിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ താഴെ കഴിക്കാൻ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അവനെ ഒരു കേക്ക് മേടിച്ച് ജ്യൂസ് മേടിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അങ്ങനെ കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ സാവധാനം ഒരുപാട് എപ്പോഴും വെറൈറ്റി ഒന്നുമല്ല. അവർക്ക് കൊച്ചു കുട്ടികളായതുകൊണ്ട് എപ്പോഴും അവർക്ക് മുട്ട ബജിയും സമൂസയും കട്ട്ലേറ്റ് മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കട്ട്ലേറ്റ് അല്ലെങ്കിൽ സമൂസ അങ്ങനെ വയ്ക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടൈം ആകുമ്പോഴത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഒരു 2 ദിവസം മുമ്പ് എടുത്ത സാൻഡ്വിച്ചിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി സാൻഡ്വിച്ചായിരുന്നു. ചീസ് ഉള്ളതുകൊണ്ട് ഞങ്ങളതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് പാനിലൊന്ന് വെച്ച്, ചീസാകുമ്പോൾ മെൽറ്റ് ആവണമല്ലോ. അപ്പോൾ അതിനൊന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അങ്ങനെ ചീസ് നമ്മൾ നല്ല വലുതാക്കിയല്ല അതിൽ വെച്ചത്, 4 കഷ്ണമാക്കി. ഏതായാലും നമുക്ക് സാൻഡ്വിച്ച് ആകുമ്പോൾ 2 സൈഡായിട്ട് മുറിക്കുമല്ലോ, അങ്ങനെ 2 സൈഡാക്കിയതാണ്. ഒരുപാട് ചീസായി ഇവിടെ ആരും കഴിക്കത്തില്ല. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത് കഴിക്കും അവർ. വീട്ടിലാകുമ്പോൾ അതിൻ്റെ ഇതൊക്കെ എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ. പക്ഷേ ഈ സാൻഡ്വിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്.
അല്ലാതെ കഴിക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച് ഫ്ലോപ്പായിപ്പോയി, ആർക്കും അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ ബൈ.